നമസ്കാരം. സുവാണിയിലേക്ക് സ്വാഗതം. ഹിന്ദുമത ആചാരങ്ങളും സനാതനധർമ്മവും ഭാരതീയ തത്വസംഹിതയും അനുസരിച്ച് പശു ഒരു വിശുദ്ധ മൃഗമാണ്. മൃഗമെന്ന് പോലും പറയാറില്ല, പശു മാതാവെന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണിത് വിശുദ്ധമായത് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ കണ്ടു. ചരക സംഹിതയിൽ ഇതുപോലെ ഗോമാംസം സൂത്രസ്ഥാനം 27 അധ്യായത്തിൽ അന്നപാന വിധിയൊക്കെ പറയുന്ന ഭാഗത്ത് വിവിധ മാംസങ്ങളുടെ കൂട്ടത്തിൽ ഗോമാംസത്തിൻ്റെ ഗുണങ്ങളും പറയുന്നുണ്ട്. അത് ദഹിക്കാൻ ഭാരമുള്ളത്, പോഷക സ്വഭാവമുള്ളതാണ്. അതുപോലെ തന്നെ ഇത് മനുഷ്യ ശരീരത്തിന് ഗുണമുള്ളതാണെന്നൊക്കെ പറയുന്നു എന്ന്, അതുകൊണ്ട് ഇത് ഉപയോഗിക്കാം എന്ന് അതിൽ പറയുന്നത് കൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്നൊരു വാദം ഒരു വനിതയുടെ, ഞാൻ സ്ത്രീയുടെ പേര് പറയുന്നില്ല, ഒരു വീഡിയോ. അതുപോലെ പണ്ട് യാഗങ്ങൾ നടത്തിയിരുന്നപ്പോൾ ആ യാഗത്തിൽ പശുവിനെ കൊണ്ടുവന്നിരുന്നു. അവസാനം പശുവിനെ മുറിച്ച് അല്ലെങ്കിൽ അതിനെ കഷ്ണങ്ങളാക്കി കൊന്ന് അത് ഇറച്ചിയാക്കി കഴിച്ചിരുന്നു എന്നൊക്കെ, ആ പശുവിനെ തന്നെ യാഗം ഉപയോഗിക്കുന്ന പശുവിനെ തന്നെ കൊന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകളുണ്ട്, പഴയ കഥകളുണ്ട്. ശരിയാണ്, ചരക സംഹിതയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സുശ്രുതൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ വസ്ത്രം ഉടുക്കത്തില്ലായിരുന്നു. പണ്ട് കാലത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിൽ. കാലത്തിനനുസരിച്ചാണ് നമ്മൾ പലതും മാറിയത്. കാലഘട്ടത്തിനനുസരിച്ച് നന്മ എടുത്തുകൊണ്ട് വരികയാണ്. ബുദ്ധൻ അഹിംസയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തു ഇന്ത്യയിൽ. പിന്നീട് ഒരു ഘട്ടത്തിൽ പശുക്കൾ തന്നെ 2 വിഭാഗമുണ്ട്. യാഗത്തിനൊക്കെ അല്ലെങ്കിൽ കഴിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന പശുക്കളുമുണ്ട്, മാതാവിനെ പോലെ കരുതുന്ന പശുക്കളുമുണ്ട്. അന്നത്തെ ബ്രാഹ്മണന്മാരെന്ന് പറയുന്നത് പലപ്പോഴും വീടുകളിൽ താമസം കുറവാണ്. കൂടുതലും അവർ അവധൂത നടത്തുന്നവരാണ്, നാടിനും സമൂഹത്തിനുമൊക്കെ ക്ലാസ് എടുക്കുന്നവരാണ്, വിജ്ഞാനം പകർന്നു കൊടുക്കുന്നവരാണ്, ബ്രാഹ്മണ്യം പകർന്നു കൊടുക്കുന്നവരാണ്. അവർക്ക് പകരം കൊടുക്കുന്നത് പശുവും പാലും, ദാനമായിട്ട് കൊടുക്കുന്ന പശുവിനെയും പശുവും പാലിനെയൊക്കെയാണ്. ചാണകം വീട്ടിൽ പഴയ കാലത്തെ എല്ലാ വീടുകളിലും ചാണകത്തറയാണ്, ചുവരിൽ ചാണകമുണ്ട്. ചാണകം ഉണക്കി വറട്ടിയായിട്ട് ഉപയോഗിച്ചിരുന്നു. പാല് വളരെ കൃത്യമായി പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. ഗോമൂത്രം പരിശുദ്ധമായി ഉപയോഗിച്ചിരുന്നു. ചാണകം ഉരുട്ടി അത് ഇലയിലൊക്കെ വയ്ക്കുമായിരുന്നു. അങ്ങനെ വളരെ പവിത്രമായി പശുവിനെ കാണുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഗാന്ധിജി അതുകൊണ്ടാണല്ലോ ഗോവധത്തിനെതിരായിരുന്നു. ഡയറക്റ്റ് പ്രിൻസിപ്പിളായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഡയറക്റ്റ് പ്രിൻസിപ്പിളായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. പശുവിനെ കൊല്ലുന്നത് നിരോധിക്കണം, ഗോവധം നടപ്പിലാക്കണം. അങ്ങനെ 10-12 സ്റ്റേറ്റുകൾ ഗോവധം നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ബീഫ് കയറ്റി അയക്കുന്നതിൽ പശുക്കൾ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. കൂടുതലും എരുമയും പോത്തും കാളയും ഒക്കെയാണ്. ബുദ്ധൻ്റെ കാലമൊക്കെ വരുമ്പോൾ കൂടുതൽ അഹിംസയിലേക്ക് പോവുകയും പശുക്കൾ വലിയ ആരാധനാ കഥാപാത്രമാവുകയും ചെയ്തു. യാഗങ്ങൾ നടത്തുമ്പോൾ, പഴയ കാലത്ത് യാഗങ്ങൾ നടത്തിയപ്പോൾ യാജ്ഞവൽക്കനും ഗാർഹിയും മൈത്രേയും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ സംവാദങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനവസാനം ജയിക്കുന്നവർക്ക് കൊടുക്കുന്നത് പശുക്കളെയാണ്. അങ്ങനെ പശു എല്ലാ കാലത്തും ഒരു പവിത്രമായ, അല്ലെങ്കിൽ അത് സൂക്ഷിച്ചുപയോഗിക്കേണ്ടുന്ന ഒരു മൃഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഗുരുദേവനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, പശുവിൻ്റെ ഇറച്ചി, പശു ഗോമാതാവെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അതെ, അങ്ങനെയാണെങ്കിൽ പശുവിൻ്റെ ഇറച്ചി തിന്നാമോ എന്ന് ചോദിച്ചപ്പോൾ ഗുരു വളരെയധികം ഗുരു അങ്ങനെയാണ് സംസാരിക്കുന്നത്. പലപ്പോഴും കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, അമ്മയുണ്ടോ? അമ്മയുണ്ട്. അമ്മ ചത്തുപോയാൽ എന്ത് ചെയ്യും? അത് തിന്നോ കൊണ്ട് സംസ്കരിക്കുമോ എന്ന് ചോദിച്ചു. അയ്യോ, അമ്മ ചത്തുപോയാൽ അത് സംസ്കരിക്കേ ഉള്ളൂ, തിന്നത്തൊന്നും. പിന്നെ പശുവായ അമ്മ ചത്തുപോയാൽ അങ്ങനെ എന്ത് ചെയ്യും? അത് അടക്കുകയല്ലേ ചെയ്യേണ്ടത്, തിന്നുന്നത് പശുവിൻ്റെ മാംസം തിന്നാവോ എന്നൊക്കെ ചോദിച്ചു. വളരെ മോശമായി ഗുരുദേവൻ കളിയാക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ കാലം ഇങ്ങോട്ട് വന്നതിന് ശേഷം ഗുരുക്കന്മാർ, ആചാര്യന്മാർ, ഋഷീശ്വരന്മാരൊക്കെ പറഞ്ഞ് ഇന്ന് ഹൈന്ദവ വിശ്വാസത്തിലെ ആളുകൾ വിശ്വസിക്കുന്നത് പശു വളരെ പവിത്രമായി, വളരെ ബഹുമാനത്തോടു കൂടി ആദരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ വളരുന്ന പശുക്കൾക്ക്
മാലയിട്ട് കൊടുക്കുക. ഗോശാലകളുണ്ട്, അതിന് ഗോപൂജകൾ നടത്തും. അത് വേണോ വേണ്ടയോ ശരിയോ തെറ്റോ ഒക്കെ രണ്ടാമത്തെ വിഷയം. ഞാൻ പറഞ്ഞൊരു പ്രാക്ടീസുണ്ട്, ഒരാചാരമുണ്ട്. അതിൻ്റെ ശരി തെറ്റുകൾ ശാസ്ത്രയുഗത്തിൽ വേണോ വേണ്ടയോ, എങ്ങോട്ട് പോകുന്നു പശു എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ വിഷയം. എരുമയെ കൊല്ലാം, ആടിനെ കൊല്ലാം, പോത്തിനെ കൊല്ലാം, പിന്നെ പശുവിനെ കൊന്നൂടെ എന്നൊക്കെ ചോദിച്ചാൽ പട്ടിയെ കൊന്നൂടല്ലോ. പട്ടിയെ കൊന്ന നിയമം വേറെയല്ലേ. അപ്പോൾ രാജ്യത്ത് അങ്ങനെ ഇപ്പം മുള്ളം പന്നിയെ കൊന്നതിൻ്റെ പേരിലൊരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് പോലും ട്രാപ്പിൽപ്പെട്ടിരിക്കുകയാണ്, ചെന്നുപെട്ടിരിക്കുകയാണ്. ക്ലാസ് 1 ലിസ്റ്റിൽ ഒന്നാമത്തെ ഉള്ള ഒരു മൃഗത്തിനെ കൊന്നു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം കേസിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, മൃഗപരിപാലനത്തിലും മൃഗത്തിൻ്റെ സംരക്ഷണത്തിലും ഇവിടെ കുറേ നിയമങ്ങളുണ്ട്, കുറേ ആചാരങ്ങളുണ്ട്. മരത്തിൻ്റെ കാര്യത്തിൽ പോലും ഉണ്ടല്ലോ. ചന്ദനമരമൊന്നും നമുക്കങ്ങനെ മുറിക്കാൻ പറ്റില്ലായിരുന്നല്ലോ ഒരു കാലം. തേക്ക് അങ്ങനെ എളുപ്പത്തിൽ മുറിക്കാൻ പറ്റുന്നതാണോ? ചന്ദനമരം മുറിക്കാൻ പറ്റുന്നതാണോ? അതിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൽ, ഭാരതത്തിൽ പശുക്കളെ എന്നും ദൈവികമായി കണ്ടിരുന്ന കാലമാണ്. പക്ഷേ ഒരു ആചാര്യൻ എഴുതുമ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലോ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ആചാര്യൻ എഴുതുന്നത്. ചരക സംഹിത എഴുതിയ ചരകൻ മുനിയോ, അല്ലെങ്കിൽ അത് എഴുതിയ ആ സംഹിത എഴുതിയ ആൾ വൈദ്യൻ അല്ലെങ്കിൽ ആചാര്യൻ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് എഴുതി വെച്ചാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും ഉപയോഗിച്ചെന്നോ ഉപയോഗിച്ചില്ലെന്നോ അല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവതരമായി ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പശുവിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ പശു ഗോമാതാവായിട്ടാണ് ഭാരതത്തിൽ കണക്കാക്കുന്നത്. പശുവിനെ അങ്ങനെ കൊല്ലാറില്ല. ഹിന്ദുക്കൾ വളരെ പൂജനീയമായിട്ട് കാണുന്ന ഒരു ഘടകമാണത്. കേവലം ഒരു മൃഗമായിട്ടല്ല അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പശു വളരെ കൃത്യമായി ഹിന്ദു വിഭാഗത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ അതിനെ ആരാധനാ കഥാപാത്രമായിട്ടുണ്ട്. ആശ്രമങ്ങളെടുത്താൽ അവിടെ ഗോശാലകളുണ്ട്. ചാണകം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഗോമൂത്രം മരുന്നായിട്ട് ഉപയോഗിക്കുന്നു, വൈദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ വേറെ ഒരു മൃഗത്തിൻ്റെയും ചാണകവും മൂത്രവും ഒന്നും എടുത്ത് ആരും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതൊരു പ്രാധാന്യം ഉണ്ട്. പഞ്ചഗവ്യം എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ഘടകം ഈ മൂത്രവും ചാണകവും ഒക്കെയാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായി പവിത്രമായി നോക്കുന്ന ഒരു വസ്തുവിനെ ഗാന്ധിജി അടക്കം, ഗുരുദേവനടക്കം, ശ്രീനാരായണ ഗുരുദേവനടക്കം പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത വളരെ പവിത്രമായ ഒരു കാര്യത്തെ നമ്മൾ കേവലം നമ്മളുടെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആ പറഞ്ഞതിനെ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുടെ ലക്ഷ്യം ഇത് നന്നാക്കാനല്ല, ആക്ഷേപിക്കലാണ്, കളിയാക്കലാണ്. അതിലൂടെ കിട്ടുന്ന റീച്ചാണ്, അതിലൂടെ കിട്ടുന്ന റീൽസൊക്കെ അതിലൂടെ കിട്ടുന്ന ഒരു പണമാണ്, നല്ല സാമ്പത്തികമാണ്, വ്യൂവർഷിപ്പ് കിട്ടാനാണ്. അപ്പം നെഗറ്റീവ് കാര്യത്തിന് വ്യൂവർഷിപ്പ് കിട്ടുന്നൊരു നാടുമാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വളരെ വലിയ വ്യൂവർഷിപ്പ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സമൂഹമാണ് നമ്മൾ. പശുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഭാരതത്തിലുള്ളത്. അത് പശുവിന് മാത്രമല്ല, പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം നദികളെ ആരാധിക്കുന്ന സമ്പ്രദായം. ഇപ്പോൾ വന്ദേ മാതരമൊക്കെ എടുത്ത് നോക്കൂ. സുജലാം സുഫല എന്നൊക്കെ പറഞ്ഞാൽ മുഴുവൻ കംപ്ലീറ്റ് കാര്യവും പ്രകൃതിയെ വർണ്ണിക്കുന്ന, പ്രകൃതിയെ വന്ദിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിനകത്ത് ലക്ഷ്മി, ദേവി, സരസ്വതി, ദുർഗ എന്നൊക്കെ പറയുന്ന ദൈവവുമായിട്ട് കൂടി ചില കണക്ഷൻസ് വരുമ്പോഴാണ് അതിനെ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. ബാക്കി മുഴുവൻ പ്രകൃതിയുടെ ഘടകങ്ങളാണ്. പ്രകൃതിയെക്കുറിച്ചാണ് പറയുന്നത്, പക്ഷിമൃഗാദികളെക്കുറിച്ചാണ് പറയുന്നത്. പാമ്പിനെ അങ്ങനെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം പിന്നെ അതുപോലെ മറ്റ് പക്ഷിമൃഗാദികളെ ആവശ്യത്തിന് കൊല്ലുന്ന കഥയുണ്ട്, അത് രണ്ടുമുണ്ട്. അപ്പോൾ ഇതൊരു ബാലൻസ് ചെയ്ത് പോകുന്ന, പ്രകൃതിയുടെ ഒരു ബാലൻസിങ്ങിലേക്ക് മനുഷ്യൻ കൊണ്ടുപോകുന്ന ചില തത്വങ്ങളാണ്. അതിൻ്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്താൽ പലതും നമുക്ക് പറയാൻ പറ്റും, പലതും കാണിക്കാൻ പറ്റും, പലരെയും നമുക്ക് ആക്ഷേപിക്കാൻ പറ്റും.
അത് നടക്കുന്നുണ്ട് വ്യാപകമായി എന്നുള്ളതാണ്. ബ്രാഹ്മണന്മാരെ എന്ന് പറഞ്ഞ് മുഴുവൻ ഹിന്ദുക്കളെയും തെറി പറയുന്ന ഹിന്ദുക്കളുടെ ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്. അവർ കുറച്ച് നാമം കൊണ്ട് ഹിന്ദുക്കളാണ്, നാമധാരികളായ ഹിന്ദുക്കളാണ്. അവർക്ക് വേറെ എവിടെയെങ്കിലും പണം കിട്ടുന്നോന്നറിയില്ല, അവർ ഇടതുപക്ഷ തീവ്രവാദികളാണോ എന്നറിയില്ല, മതഭീകരവാദികളാണോ എന്നറിയില്ല. അവർ പല പേരുകളിൽ കയറി ഇരുന്നിട്ട് ഇതുപോലത്തെ ന്യായങ്ങളൊക്കെ പറയുകയും ഇതിനെയൊക്കെ തള്ളിപ്പറയുകയും ചെയ്യും. സ്വന്തം അമ്മയെ തള്ളിപ്പറയുന്ന, വ്യവസ്ഥിതിയെ തള്ളിപ്പറയുന്ന, മാതാവിനെ തള്ളിപ്പറയുന്ന, രാജ്യത്തെ തള്ളിപ്പറയുന്ന ഒരു ശീലം. അങ്ങനെ തള്ളിപ്പറഞ്ഞാലും ഇവിടെ ജീവിക്കാൻ പറ്റും. ആരും തല്ലുന്നില്ലല്ലോ, ഭരണഘടന അനുസരിച്ച് ആരും തല്ലുന്നില്ല. അപ്പം അതുകൊണ്ട് ഇത് പറയുന്നൊരു ശീലം, അത് പ്രചരിപ്പിക്കുന്നൊരു ശീലമുണ്ട്. അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന ഭാരതത്തിലെ 80 കോടി ആളുകളിൽ 140 കോടി ആളുകളിൽ 100 കോടി ആളുകൾ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, പവിത്രമായി കാണുന്ന ഒരു ജീവിയാണ് പശു. അതിനെക്കുറിച്ച് ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മളത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കേണ്ടതല്ല. ആ ഭൂരിപക്ഷത്തിൻ്റെ ആ ഒരു ബഹുമാനത്തെ നമ്മൾ മാനിക്കുന്നു എന്നല്ല ചിന്തിക്കുന്നത്. അതിനെ വികലമാക്കി പറഞ്ഞു ആരെങ്കിലും ഏതെങ്കിലും കോണ്ടസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് അത് തന്നെ പൊലിപ്പിച്ച് പെരുപ്പിച്ച് ഒരു സമൂഹത്തെ മോശമാക്കുന്ന പ്രവണത ഭൂഷണമല്ല നമുക്ക്. പക്ഷേ നമ്മളത് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു റീച്ച് കിട്ടാനോ കുറച്ച് പൈസ കിട്ടാനോ പബ്ലിസിറ്റി കിട്ടാനോ ഒക്കെ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇത് അനുവദനീയമല്ല, അങ്ങനെ ചെയ്യരുത്. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആളുകൾ ചെയ്യും. ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസം പൊങ്കാല ഇട്ടു. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പൊങ്കാല ഇടുക, താല്പര്യമുണ്ടെങ്കിൽ പായസം കഴിക്കുക. പായസം കഴിക്കാൻ താല്പര്യമില്ലാത്തവർ അങ്ങോട്ട് പോകണ്ട. പക്ഷേ നമ്മളങ്ങനല്ല. നമ്മളതിനെല്ലാം കുറ്റം പറയും, തള്ളിപ്പറയും. നമ്മളാരാണ് അതിനൊക്കെ തള്ളിപ്പറയാൻ, കുറ്റം പറയാൻ? നമുക്ക് എന്ത് അവകാശമാണുള്ളത്? ഒരവകാശമില്ല. എങ്കിലും നമ്മളത് ചെയ്യും. അത് നമ്മളുടെ ഒരു കുസൃതിത്തരമാണ്. നമ്മളുടെ അതിനകത്ത് നമുക്കൊരു ഒരു സുഖം വരും. അപ്പോൾ അത് തീർച്ചയായിട്ടും ശരിയല്ല. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, ഏത് ആചാരത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, ഏത് കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്നവരാകട്ടെ, അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് അതിലങ്ങനെ പറഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളിപ്പോൾ പശുവിനെ ആരാധിക്കാവോ? അത് അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അന്ന് നമ്മളാർക്കും വസ്ത്രം എടുത്തവരായിരുന്നില്ല. അതിനുമുമ്പ് നമ്മൾ ഇലയൊക്കെ ആയിരുന്നു വെച്ച് മറച്ചിരുന്നത്. അതിനു മുമ്പാണ് നമ്മൾ ഒന്നും ഉടുക്കത്തില്ലായിരുന്നു. പിന്നെ മരത്തോലാണ് ഉപയോഗിച്ചത്, ഇലയൊക്കെയാണ് ഉപയോഗിച്ചത്. പിന്നെയാണ് മാറി മാറി വന്ന് വസ്ത്രമൊക്കെ കണ്ടുപിടിച്ച് ഇപ്പോൾ ജീൻസ് വരെ എല്ലാം കണ്ടുപിടിച്ച് അത്യാധുനിക വസ്ത്രങ്ങളെല്ലാം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുപിടിച്ച സമയത്ത് നമ്മൾ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, പണ്ടിവിടെ അങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പോഴെങ്ങനെയായിരുന്നു എന്നുള്ളതല്ല. നമ്മൾക്ക് ഓരോ കാലഘട്ടത്തിൽ കൃത്യമായി തിരിച്ചറിവുകൾ ഉണ്ടാകുന്നതിനനുസരിച്ച് മനുഷ്യൻ പുതിയ പുതിയ ചിട്ടകളും ശീലങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അത് അങ്ങനെയാണ് മാനവരാശി മുന്നോട്ട് പോകുന്നത്. അതിൽ ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ പിന്തുടരുന്നൊരു കസ്റ്റം, അല്ലെങ്കിൽ ഒരു റിച്വൽസ്, അല്ലെങ്കിൽ ഒരു കൾച്ചർ എന്ന് പറയുന്നത് പശുവിനെ ഡയറക്റ്റായിട്ട്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞൊരു പ്രത്യേക ഇനം പശുക്കളാണ്, നോർത്ത് ഇന്ത്യയിലേക്ക് കാണുന്ന ഒരു ഇനം പശുക്കളെയാണ് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത്. ആ ഉള്ള പശുക്കളെ നമ്മളൊരു കാരണവശാലും ബീഫായിട്ട് ഉപയോഗിക്കാറില്ല. വിദേശ രാജ്യങ്ങളിലേക്ക് ബീഫ് കയറ്റി അയക്കുന്നതിൽ ബ്രസീൽ കഴിഞ്ഞാൽ 2ാം സ്ഥാനം ആസ്ട്രേലിയയാണ്, 3ാം സ്ഥാനം ഇന്ത്യയാണ്. ചില വർഷങ്ങളിൽ 2ാം സ്ഥാനത്തുമാണ്. ചിലപ്പോൾ ബ്രസീൽ കഴിഞ്ഞാൽ നമ്മളാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ കഴിഞ്ഞാൽ എന്തായാലും നമ്മളാണ്. പക്ഷെ നമ്മൾ കൂടുതലും കയറ്റി അയക്കുന്നത് പശു ഇറച്ചിയല്ല, പശുവിൻ്റെ മാംസമല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ബീഫ് എന്ന് പറഞ്ഞിട്ട് പശുവിൻ്റെ ഇറച്ചി കയറ്റി അയക്കുന്നു, അതിനകത്തുനിന്ന് പൈസ കിട്ടി, ലാഭം കിട്ടി, കമ്മീഷൻ അടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വാർത്തകൾ വരും. അതൊന്നും ശരിയല്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് അതിൻ്റെ ശരിതെറ്റുകളും ന്യായാന്യായങ്ങളും എന്തു തന്നെയായിരുന്നാലും ഭാരതത്തിൽ വളരെ പവിത്രമായി നോക്കുകയും പരിപാലിക്കുകയും ഗോശാലകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന വിപുലമായ വിശാലമായ ഒരു ജീവിയാണ്. നമ്മൾ വളരെ പവിത്രതയോടുകൂടി കാണുന്ന, ഭവ്യതയോടുകൂടി കാണുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു ജീവി തന്നെയാണ് പശു. അത് കേവലം പാല് തരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് തൈര് കിട്ടുന്നത് കൊണ്ടോ, വെണ്ണ കിട്ടുന്നത് കൊണ്ടോ, ചാണകം തരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ മൂത്രം തരുന്നതുകൊണ്ടോ ഒന്നുമല്ല, ഗോമൂത്രം തരുന്നത് കൊണ്ടോ ഒന്നുമല്ല. അതിനപ്പുറമുള്ള ഒരു ആരാധന ഭാരതീയ സങ്കല്പത്തിൽ, ഭാരതീയ ചിന്തയിൽ, ദൈവചിന്തയിൽ ഇവിടെ കിടപ്പുണ്ട് പശുവിനെക്കുറിച്ച്. അതുകൊണ്ടാണ് അതിനെ ആളുകൾ ആരാധിക്കുന്നത്, ബഹുമാനിക്കുന്നത്. അതിനെ അലങ്കരിച്ചൊക്കെ പലപ്പോഴും പശുവിനെയൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ കാണാം,
പശുക്കളെ കുളിപ്പിച്ച് റെഡിയാക്കി അതിൻ്റെ കൊമ്പെല്ലാം അലങ്കരിച്ച് ബോഡിയിലൊക്കെ ചന്ദനവും ഭസ്മമൊക്കെ പൂശി വളരെ ദൈവികമായി ക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ കൃത്യം ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് പശുവിനെ വളർത്തുന്നത്. ഒരുപാട് ഗോശാലകളുണ്ട് ആശ്രമങ്ങളുമായിട്ട് ചേർന്നൊക്കെ. ക്ഷേത്രങ്ങൾക്കുണ്ട്, പല ക്ഷേത്രങ്ങൾക്കും ഗോശാലയുണ്ട്. പിന്നെ പശുവിൻ്റെ എഴുന്നള്ളത്തുണ്ട് പല സ്ഥലങ്ങളിലും. എഴുന്നള്ളത്ത് മീൻസ് ആന എഴുന്നള്ളത്ത് പോലെ അല്ല, പശുവിൻ്റെ വറുത്തുകറി അങ്ങനല്ല. പശുവിനെ നടത്തിക്കും, ഈ ചുറ്റിക്കാറുണ്ട്, ക്ഷേത്രത്തിൽ കൊണ്ട് കാണിക്ക വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൊണ്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതിനെ നമ്മൾ ലൂസായി നമ്മളുടെ ഒരു താല്പര്യം അനുസരിച്ച് നമ്മൾ മഹാഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസത്തെയും ആചാരത്തെയും പ്രമാണങ്ങളെയും നമ്മൾ തകർക്കുന്നതോ കരിവാരത്തേക്കുന്നതോ അത് ശരിയല്ല എന്ന് പറയുന്നതോ നമ്മൾ ഒന്നുകൂടി ആലോചിക്കണം. അവരത് ചെയ്തോട്ടെ, താല്പര്യമുള്ളവരത് ചെയ്യട്ടെ, താല്പര്യമില്ലാതെ ചെയ്യാതിരിക്കും. പിന്നെ അതിൻ്റെ ഒരു ശാസ്ത്രവും ഈ മറ്റു കാര്യങ്ങൾ. പക്ഷേ നമ്മൾ പലപ്പോഴും അതിൻ്റെ ശാസ്ത്രമൊന്നും അല്ല പറയുന്നത്, നമ്മൾ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഹിന്ദുക്കൾ എന്തോ അഴുക്ക ആളുകളാണ് പറയുന്ന ആരാണ്? പറയുന്ന ആൾ ഹിന്ദുവാണ്. അതിനകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് പുത്തറി പറയും. കാരണം അതൊരു സുഖമാണ്. കാരണം ഈ കേൾക്കുന്നവർക്കൊരു സുഖമുണ്ടല്ലോ. നമ്മൾ മറ്റൊരാളിനെ തെറി പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ കുറവുകൾ വിളിച്ച് പറയുമ്പോൾ കിട്ടുന്ന ഒരു രതിസുഖമുണ്ട്, ഒരു ആത്മരതിയുണ്ട്, ഒരു സുഖമാണത്. അതിലേക്ക് ആളുകൾ വീണു പോകും. തീർച്ചയായിട്ടും അങ്ങനെ അല്ല ചെയ്യേണ്ടത്. മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ കസ്റ്റംസ്, അവരുടെ ചടങ്ങുകൾ, അവരുടെ റിച്വൽസ് ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ശരി തെറ്റുകളൊക്കെ ആലോചിക്കാൻ അവർക്ക് അവസരമുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാവുന്ന സമഗ്രമായി കണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് വളരെ സമഗ്രമായി കണ്ടു, ശാസ്ത്രീയമായി കാണുന്നു. അതിനകത്ത് വരുന്നുള്ള വരമ്പരായികകൾ നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഈ കുഴപ്പമുണ്ട്, ഈ ഗുണമുണ്ട്, ഇത് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് വേറൊരു ലൈനാണ്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന, പരിഹരിക്കാവുന്ന മറ്റൊരു ചിന്താ പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു ലൈനാണത്. ഇതങ്ങനല്ല. ഇത് പിന്നെ അങ്ങ് അധിക്ഷേപിക്കുക, ആക്ഷേപിക്കുക, കുറ്റം പറയുക, തള്ളിപ്പറയുക, അതാണ് ഇതിൻ്റെ ഒരു രീതിശാസ്ത്രം. അത് അനുവദനീയമല്ല. അതിനൊരു റീച്ച് കിട്ടുന്നുണ്ട്, ഒരു ഓഡിയൻസ് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മളത് ചെയ്യുന്നത് ശരിയല്ല. അത് പ്രത്യേകിച്ച് വിവരമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, അക്കാഡമിക് തലത്തിൽ ഹിസ്റ്റോറിയന്മാർ ഒക്കെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു സൗന്ദര്യമില്ല. ഈ മാളവിക എന്നൊക്കെ പറയുന്നൊരു വനിത, മാളവിക ബിന്നി എന്തുപറ്റ, അവർക്ക് ജർമ്മനിയിൽ നിന്ന് 1 കോടി രൂപയുടെ സ്കോളർഷിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് ഗവ്യം, അതായത് മറ്റേ ഈ ചരക സംഹിതയിൽ ഇത് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ചരക സംഹിതയിൽ ഇതിങ്ങനെ പശുവിൻ്റെ മാംസം അല്ലെങ്കിൽ പശുവിൻ്റെ നെയ്യ്, മാംസവും ഒക്കെ നല്ലതാണ് മനുഷ്യ ശരീരത്തിന് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആളുകളെല്ലാം ഉപയോഗിക്കുന്നില്ലല്ലോ. ആളുകൾ അതിനേക്കാൾ പവിത്രമായി അതിനെ കാണുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ്. അല്ലാതെ ഇത് ചരകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പശുക്കളെ ഉടനെ കൊന്നുകയല്ല ആളുകൾ ചെയ്യുന്നത്. ആളുകൾ അതിനേക്കാൾ പവിത്രമായി ഇതിനെ കാണുകയാണ്. അപ്പോൾ ആളുകൾക്കൊരു തിരിച്ചറിവുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു വൈദ്യൻ ഒരു അഭിപ്രായം പറഞ്ഞു ഒരു വസ്തുവിനെക്കുറിച്ച്, പക്ഷേ മനുഷ്യർക്ക് അതിനകത്ത് വേറൊരു തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ വിദ്യാഭ്യാസവും വിവരവും അക്കാഡമിക് തലത്തിലുള്ളവരും ഹിസ്റ്റോറിയന്മാരും ഒക്കെ പറയുമ്പോൾ കുറേ കൂടി സംഘപരിവാറിനെ എതിർക്കാൻ വേണ്ടി, BJP എതിർക്കാൻ വേണ്ടി, ഭാരതീയ തത്വസംഹിതകളെ എതിർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതോ കാലത്ത് നടന്ന ബ്രാഹ്മണിക്കൽ ഹിജിമണികളെ എതിർക്കാൻ വേണ്ടി അന്ധമായി ഇങ്ങനെ കുറ്റം പറയരുത്. ഇതിൻ്റെ ശരി തെറ്റുകൾ, ന്യായാന്യായങ്ങൾ ഡേറ്റ സഹിതം പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. അല്ലാതെയുള്ളതൊക്കെ സമൂഹത്തെ മോശമായ ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ.